ഹായ് ഓൾ SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീക്കിൽ ഒലീവ് ബോർഡ് കണ്ടക്ട് ചെയ്ത 25 മാത്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ഡിലേ ആകാതെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, if cos theta is equal to 3/5, find the value of 2 sin theta, sec theta, tan theta. So cos theta യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3/5. 2 theta 3/5. So opposite side 4 ആയിരിക്കും. കാരണം 3 ഉം 4 ഉം 5 ഉം പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 sin theta times sec theta times tan theta. അപ്പോൾ 2 sin theta എന്ന് പറയുന്നത് 4/5 times sec theta എന്ന് പറഞ്ഞാൽ cos theta യുടെ റെസിപ്രോക്കൽ, അതായത് 5/3 tan theta എന്ന് പറഞ്ഞാൽ 4/3. സോ ഇത് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം. 5 ഉം 5 ഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 2 times 4 times 4 32/9. സോ ഇവിടെ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. There are 10 persons and 6 seats. How many arrangements are possible if only 6 of them are seated? അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷന്റെ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അറേഞ്ച്മെന്റും അതുപോലെ തന്നെ കോമ്പിനേഷനും. ഇപ്പൊ 10 പേരുണ്ട്, 6 സീറ്റ് ആണുള്ളത് അല്ലെ. അപ്പൊ 10 പേരിൽ 6 സീറ്റ്, നമുക്ക് 6 പേരെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 10 പേര് 6 സീറ്റിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കോമ്പിനേഷൻ 10C6 എന്നതാണ്. ഓക്കെ, സോ ഇത് 10 factorial by 6 factorial times 10 minus 6, അതായത് 4 factorial. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ NCR ആണെങ്കിൽ n factorial by r factorial times n minus r. 12th പഠിക്കുന്നതാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അപ്പോൾ n factorial എന്ന് പറഞ്ഞാൽ n into n minus 1 into n minus 2 into up to n ആണ്. അപ്പോൾ 10 factorial താഴെ 6 factorial. അപ്പോൾ 6 factorial വരെയുള്ളത് കട്ട് ചെയ്യാം. ബാക്കി 7 times 8 times 9 times 10 വരും. 4 factorial എന്ന് പറഞ്ഞാൽ 4 times 3 times 2 times 1. സോ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2 4 ഉം പിന്നെ മേളത്തെ 8 ഉം ക്യാൻസൽ ചെയ്തു. അതുപോലെ 3 ഉം 3 ഉം ക്യാൻസൽ ചെയ്തു. സോ ഇവിടെ 210 കിട്ടി. ഇതാണ് 6 പേര് പറയുന്നത്. അത് പക്ഷേ 6 സീറ്റ് അല്ലേ ഉള്ളൂ. 6 സീറ്റിന് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് 6 factorial. അത് പറഞ്ഞാൽ 6 times 3 times 2 times 6 times 5 times 4 times 3 times 2 times 1 is equal to 30 24 720. So total എന്ന് പറയുമ്പോൾ 210 times 720 is equal to 0 0 2 1 1. So 151200 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. A cube of side 5 cm has been assembled using 125 cubes, each of 1 centimeter each. One cube is removed from the middle of each of the faces of the cube. What is the surface area of the remaining surface? അതായത് സൈഡ് 5 സെന്റിമീറ്റർ ഉള്ള ഒരു ക്യൂബ്, അങ്ങനെ 125 ക്യൂബ്സ് അറേഞ്ച് ചെയ്ത് ഓരോന്നും 1 സെന്റിമീറ്റർ അടിച്ചുള്ള ക്യൂബ് അറേഞ്ച് ചെയ്തിട്ട് ഫുൾ ഒരു വലിയ ക്യൂബ് 5 സെന്റിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബ് അസംബിൾ ചെയ്യും. ഒരു ക്യൂബ് ഓരോ ഫേസിന്റെയും മിഡിലിൽ നിന്ന് ഒരു ക്യൂബ് എടുത്ത് മാറ്റി, മിഡിലിൽ നിന്ന് മാത്രം ഒരു ക്യൂബ് എടുത്ത് മാറ്റിയാൽ റിമൈനിങ് ആയിട്ട് വരുന്ന സോളിഡിന്റെ സർഫസ് ഏരിയ എത്രയാണ്? അപ്പൊ ടോട്ടൽ നമുക്കറിയാം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ വരുമ്പം 6a² ആണ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ക്യൂബിന്റെ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 6 ടൈംസ് വരും. എ എന്ന് പറയുന്നത് 5 ടൈംസ് സ്ക്വയർ എന്ന് പറയുന്നത് ഇത് 150 സെന്റിമീറ്റർ സ്ക്വയർ വരും. ഓക്കെ, ഇനി നമ്മൾ റിമൂവ് ചെയ്യാണ് അല്ലെ. ഫ്രണ്ട് ഫേസ് ഓരോ ഫേസ് റിമൂവ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ലൂസ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുമ്പോൾ വി ലൂസ് 1 സെന്റിമീറ്റർ സ്ക്വയർ. 1 സെന്റിമീറ്റർ ആണല്ലോ അടിച്ചുള്ള ക്യൂബിന്റെ ഫേസ് അല്ലേ നമ്മൾ. അപ്പോൾ ഒരു ഫേസ് ആണ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുന്നത്. അപ്പൊ ആ 1 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ളവരിൽ നമുക്ക് ലൂസ് ചെയ്യും. അതുപോലെ തന്നെ 5 ന്യൂ ഫേസസ് ഓഫ് 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ അവിടെ എക്സ്പോസ്ഡ് ആണ്. അപ്പൊ അതിന്റെ നെറ്റ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്
ഒരു ഫേസിന്റെ 1 സെന്റിമീറ്റർ സ്ക്വയർ റിമൂവ് ചെയ്തു അല്ലെ, ഒരു ഫേസ് ഒരു ക്യൂബിൽ. ബാക്കി 5 ഫേസസ് ഉള്ളത് കൊണ്ട് തന്നെ 5 into 1 സെന്റിമീറ്റർ സ്ക്വയർ 5 സെന്റിമീറ്റർ സ്ക്വയറിന് അതാണ് അവിടെ ഫോം ചെയ്യുന്നത്. 1 സെന്റിമീറ്റർ സ്ക്വയർ അവിടെ നിന്ന് ലൂസ് ചെയ്യുന്നു. അപ്പൊ നെറ്റ് സർഫസ് ഏരിയ വരുന്നത് 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അവിടെ ആഡ് ചെയ്യുന്നത്. ഇത് ഒരു ഫേസിനെയാണ്. അങ്ങനെ മൊത്തം 6 ഫേസിന്റെ നടുക്കുള്ള ഓരോ ക്യൂബും റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടോട്ടൽ 6 ഫേസസ് എന്ന് പറയുമ്പം 6 times 4, that is equal to 24 centimeters. Okay. Total surface area എന്ന് പറയുമ്പം 150 ഓട് കൂടി 24 ആഡ് ചെയ്യുമ്പോൾ 174 centimeters. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. മാർക്സ് obtained by തന്മയ് ആൻഡ് പ്രതാപ്. തന്മയും പ്രതാപും ഒബ്റ്റെയിൻ ചെയ്ത മാർക്സ് 3:4 ആണ്. അതുപോലെ തന്നെ വൻഷ് ആൻഡ് പ്രതാപ് ഒബ്റ്റെയിൻ ചെയ്ത മാർക്സ് 3:2 ആണ്. അതിൽ തന്മയുടെ മാർക്ക് പറഞ്ഞിട്ടുണ്ട്. സോ വൻഷിന്റെ മാർക്കാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് അതിന്റെ റേഷ്യോസ് ഒന്ന് കമ്പൈൻ ചെയ്യാം. സോ ഇവിടെ രണ്ടിന്റെയും 4ഉം 2 ആണ് അല്ലെ, പ്രതാപിന്റെ. അപ്പൊ നമുക്കത് ഒരുപോലെ ആക്കാൻ വേണ്ടി തന്നും പ്രതാപും 3:4 ആണ്. പ്രതാപ് ഞാൻ ആദ്യം എഴുതി. P:B എന്ന് പറഞ്ഞാൽ 2:3 ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4:6. സോ അതിൽ നിന്ന് നമുക്ക് തന്മയ് പ്രതാപ് വൻഷ് is equal to 3:4:6 എന്ന് കിട്ടും. സോ ഇവിടെ പറയുന്നത് തന്മയ് കിട്ടിയ മാർക്ക് 72, അതായത് 3 times 20. നമുക്ക് വേണ്ടത് വംശിന്റെ മാർക്കാണ്. സോ 6 times 24 144 മാർക്സ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഒരു കണ്ടെയ്നറിൽ 150 liters ഓഫ് കെമിക്കൽ സൊല്യൂഷൻ ആണുള്ളത്. അത് 60% പ്യുവർ ആണ്. ഓക്കെ, കെമിക്കല് അതുപോലെ തന്നെ വാട്ടർ. അപ്പൊ അതിൽ 150-ല് 60% പ്യുവർ ആണ്. 6/10 എന്ന് പറയുമ്പം 90 ആയിരിക്കും കെമിക്കൽ. ബാക്കി വരുന്ന 60 ആയിരിക്കും വാട്ടർ. 30 liters റിമൂവ് ചെയ്തു. 30 liters റിമൂവ് ചെയ്യുമ്പം 30യുടെ 6/10, അതായത് ഇതിലൊരു 18 ലിറ്റേഴ്സ് കുറവായിരിക്കും കെമിക്കൽ, ഇതിലൊരു ബാക്കി 12 ലിറ്റർ. സോ ഇവിടെ എത്ര ആൻസർ വരും? 72 ആണ് കെമിക്കൽ. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ 48 ആയിരിക്കും വാട്ടർ. അതായത് 30 liters റിമൂവ് ചെയ്തതിനു ശേഷം റീപ്ലേസ്ഡ് വിത്ത് 30 liters പ്യുവർ വാട്ടർ. അപ്പൊ ഇവിടെ 30 liters ആഡ് ചെയ്യും. ഇവിടെ ചേഞ്ച് ഒന്നുമില്ല. സോ 72:78 വരും. നമുക്ക് കണ്ടുപിടിക്കാൻ ന്യൂ പെർസെന്റേജ് ഓഫ് ദ കെമിക്കൽ ആണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 6 ആകുമ്പോൾ 12:13. ന്യൂ പെർസെന്റേജ് ഓഫ് കെമിക്കൽ എത്രയാണ്? പെർസെന്റേജ് ഓഫ് കെമിക്കൽ 12/25 times 100 അല്ലെങ്കിൽ 48%. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് തന്നിട്ടുണ്ട്. സോ GH ഉം MN ഉം ആണ്. സോ അതുപോലെ തന്നെ നമ്മൾ ആ ട്രയാങ്കിൾ ഡ്രോ ചെയ്യണം. ഇവിടെ GHI, ഇവിടെ MNO. അപ്പം GH/MN, IH/N. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏത് ആംഗിൾ ആയിരിക്കും? ആംഗിൾ G ഈക്വൽ ടു ആംഗിൾ M, അല്ലെന്നുണ്ടെങ്കിൽ ആംഗിൾ G is equal to ആംഗിൾ O വരില്ല. ആംഗിൾ H is equal to ആംഗിൾ O വരില്ല. ആംഗിൾ H is equal to ആംഗിൾ. ഈ രണ്ട് ആംഗിൾ ആയിരിക്കും ഈക്വൽ. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. രണ്ട് സർക്കിൾസിന്റെ റേഡിയസ് 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണ്. അപ്പൊ വലിയ സർക്കിളിന്റെ മിഡ് പോയിന്റ് ആണ് ബി, സെന്റർ ആണ് ബി. ചെറുതിൻ്റെതാണെങ്കിൽ സി. രണ്ടും എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്നു. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് EF which is tangent at point A with the center C. അപ്പം നമുക്കറിയാം ബിയിൽ നിന്നും ഡിയിലോട്ടുള്ള ദൂരം 8, അതായത് ഇത് 8. ഓക്കെ, സിയിൽ നിന്നും എയിലോട്ടുള്ള ദൂരം മൊത്തം 6. BC എന്ന് പറയുന്ന ലെങ്ത് 8 - 6 is equal to 2 cm. അപ്പൊ BC 2 ആണെന്നുണ്ടെങ്കിൽ AB എന്ന് പറയുന്ന ലെങ്ത് 4 cm. A ഒരു ടാൻജന്റ് ആണ്. അതിനർത്ഥം A എന്ന് പറയുന്നത് A is right hand. കാരണം ടാൻജന്റ് എപ്പോഴും മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ പൈതഗോറൻ തിയറം അപ്ലൈ ചെയ്യാം. ട്രയാങ്കിൾ EAB. സോ അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AE സ്ക്വയർ ഈസ് ഈക്വൽ ടു √8² - 4².
is equal to root of 64 minus 16 അല്ല root of 48 is equal to 4 root 3 centimeter, right? So total length EF എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഡബിൾ 2 times 4 root 3 ആയിരിക്കും, is equal to 8 root 3 centimeter. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. Priya, Falak and Riya started a business. Priya invested 3,200, Falak 2,500. End of the year, they gained 2,210, out of which Priya got 640 rupees. Find the capital of Priya. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 3,200 plus 2,500 plus റിയയുടെ ക്യാപിറ്റൽ നമുക്ക് എക്സ് എന്ന് വരും. അപ്പൊ ഇത് 5,700 പ്ലസ്. ഓക്കെ, നമുക്ക് ആ റേഷ്യോ എടുത്ത് പ്രോഫിറ്റ് റേഷ്യോ 640 അല്ലെ, പ്രിയയുടെ പ്രോഫിറ്റ് 640 by 2210 എന്ന് പറയുന്നത് 3,000 പ്രിയ ഇൻവെസ്റ്റ് ചെയ്തത് ബൈ ടോട്ടൽ, അതായത് 5,700 പ്ലസ്. സിംപ്ലിഫൈ ചെയ്യാം, 0 0 32 1 2 2 5, അതായത് 5,700 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0 5 11050 ആണ്. സോ എക്സ് എന്ന് പറഞ്ഞാൽ 11050 ആവും. ടേക്ക് അവേ 5706 05365350 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ് തന്നിരിക്കുന്ന പവേഴ്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഓരോ നമ്പേഴ്സ് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കും. 5�6⁵ എന്ന് പറയുമ്പോൾ 5ന്റെ ഏത് പവർ എടുത്താലും യൂണിറ്റ് ഡിജിറ്റ് 5 അല്ലെ. 5 സ്ക്വയർ 25, 5 ക്യൂബ് 125, പിന്നെ 5⁴ 625. നെക്സ്റ്റ് 16⁵528. 6ന്റെ ഏത് പവറും എന്ത് തന്നെയാണ്, 6 തന്നെ. 6 സ്ക്വയർ 36, 6 ക്യൂബ് 216 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 23 to the power 54. ഇതിനെ ഞാൻ 23 the square to the power 27. അപ്പൊ 23 സ്ക്വയർ 529, അപ്പൊ അത് 9 ആണ്. 9 to the power 27. ഇനി ശ്രദ്ധിക്കണം, 9 to the power 1 9 ആണ്. 9 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായി, 1 ആയി. 9 to the power 3 ആയപ്പോഴോ 9 ആയി. 9 to the power 4 ആയപ്പോൾ വീണ്ടും 1 ആയി. അപ്പൊ അതായത് ഓഡ് ഡിജിറ്റ് വരുമ്പോൾ ഇത് എന്തായിരിക്കും, ഇതിന്റെ പവറിന്റെ അവസാനം 9 ആയി. ഇപ്പൊ ഈ 27 ഓടാണ്, അതുകൊണ്ട് തന്നെ ഇതും 9 ആയിരിക്കും. സോ നമുക്ക് ടോട്ടൽ നോക്കിയാൽ 5 + 6 + 9 ആണ്, അതായത് 20 ആയിരിക്കും കിട്ടുന്നത്. 20യുടെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്, 0 ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഡൗൺ സ്ട്രീം സ്ട്രീമിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, അതായത് ഡൗൺ സ്ട്രീം മൈനസ് അപ് സ്ട്രീം ബൈ 2 ആണ് 4 തന്നിരിക്കുന്നത്. അപ് സ്ട്രീം തന്നിട്ടുണ്ട്, ഡൗൺ സ്ട്രീം കണ്ടുപിടിക്കുക. അപ്പൊ ഡൗൺ സ്ട്രീം മൈനസ് അപ് സ്ട്രീം എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ 8 + 10 എന്ന് പറഞ്ഞാൽ 18 km/h. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. A bank offers 24% per annum compounded half yearly. Approximately what amount will 50,000 becomes after 2 years? അപ്പോൾ 24% half yearly ആകുമ്പോൾ അത് 12%, അതായത് 12 by 100 3 by 25 അല്ലെ, ഹാഫ് പെർസെൻറ്റേജ്. അപ്പം എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഹാഫ്. 2 years എന്ന് പറയുമ്പോൾ ഇത് എത്ര തവണ വരും, 25 to the power 4ഉം ഇവിടെ 28 to the power 4. തന്നിരിക്കുന്നത് 25 to the power 4 എന്ന് പറയുന്നത് 50,000 ആ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് 28 to the power. സോ നമുക്കിത് നോക്കാം. $50,000 by 625 times 625 into 28 into 28 into 28 into 20. സോ ഇത് 5 25. So 28 784 784 ആണ്. 784 64 64 65 6 28 28 56 56 64 6 56 60 60 times 2 112 49 614656. 614656 പിന്നെ 60. ഞാൻ മേളിലും താഴെ ഒരു 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, കാരണം എന്താ, ഡിനോമിനേറ്റർ 1000 ആക്കാം. ഇതെന്ന് പറഞ്ഞാൽ 614656 ടൈംസ് 128 by 1000.
ഇത് നോക്കുമ്പം 614656 times 128 8 4 5 12 1 1 13 1 9 2 1 2 6 5 6 4 1 6 5 8 6 9 17 7 8 6 7 5 9 6 8 by 1000 വരും എന്ന് പറഞ്ഞാൽ 78675.968 ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 78676 ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 3100 meter long circular track, Karun and Aish drove the cycles from the same point but in opposite direction with the speed 25 km per hour and 11 km per hour. And how much time? After how much time will they meet again for the first? അപ്പോൾ time എന്ന് പറഞ്ഞാൽ distance by speed. അപ്പോൾ distance 3100 meter ആണ്. Speed 2 km per hour. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും റിലേറ്റീവ് സ്പീഡ്. അതിനെ ഞാൻ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 18 വേണ്ടി വരും. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 2 ഇത് വരുമ്പം 620 വരും is equal to 310 minutes seconds. ഇതിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 minutes 10 seconds. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. What is the equation of line of slope √2 and intercept at y-axis equal to 4 അപ്പോൾ നമുക്കറിയാം സ്ലോപ്പും y ഇന്റർസെപ്റ്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റർസെപ്റ്റ് ആയിട്ട് y ആക്സിസ് x ഇന്റർസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ y is equal to mx plus c. സോ y equal to m എന്ന് പറഞ്ഞ സ്ലോപ്പ് ആണ് √2x plus 4/7 7 വെച്ച് ഹോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7y is equal to 7 √2x plus 4. 7 √2x minus 7y plus 4 is equal to 0. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. Pipe A can fill 3/4 of a tank in 9 hours. അപ്പം 3/4 9 hours എന്ന് പറയുമ്പോൾ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും? 12 hours. ബിയുടെ കേസിൽ 2/3 in 12 hours എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 18. സി 5/6 20 hours എന്ന് പറയുമ്പോൾ ടോട്ടൽ 24. പിന്നെ മൂന്നിന്റെ LCM 72. സൈഡ് എഫിഷ്യൻസി 6, ബിയുടെ എഫിഷ്യൻസി 4, C deficiency. So time will all pipes together fill the tank complete in 72 by 6 plus 4 plus 3 30 is equal to 517/13 hours. Option A ആയിരിക്കും correct answer. tan A plus cot A 2 തന്നിട്ടുണ്ട്. അങ്ങനെ tan square q plus cot square. ഒന്നെങ്കിൽ q-ന് 45 ഡിഗ്രി കൊടുത്താൽ 1 plus 1 അത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി 2 തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെയും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ tan square q plus cot square q plus 2 tan q cot q is equal to 4 വരും. സോ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ tan square q plus cot square q 2 tan q cot q എന്ന് പറഞ്ഞാൽ 2 is equal to 4 വരും. So tan square q plus cot square q is equal to 4 minus 2 2. അങ്ങനെയും ഓപ്ഷൻ 2 കിട്ടും. അല്ലെങ്കിൽ q-ന് 45 ഡിഗ്രി കൊടുത്താൽ ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടെ ആൻസർ 2 ആണ്. നെക്സ്റ്റ് ഒരു സിംപ്ലിഫിക്കേഷൻ ആണ്. ക്വസ്റ്റ്യൻ മാർക്കിന് അവിടെ വരേണ്ടത് ഏത് വാല്യൂ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. √36/25 മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. നെക്സ്റ്റ് 25/6 നെക്സ്റ്റ് 8/. സോ ക്യാൻസൽ ചെയ്യാനുള്ളത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇത് 6 ആവും, 2 ആവും. സോ √16 വരും is equal to 4. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൽ ഏതായിരിക്കും ഗ്രേറ്റർ വാല്യൂ എന്നാണ് ചോദിച്ചത്. അത് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ x 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ a എന്ന് പറഞ്ഞ 1/2 ആവും.
ബി എന്ന് പറഞ്ഞാൽ 1/3 ആവും. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 ആവും. ഡി എന്ന് പറഞ്ഞാൽ 4/5 ആയി. സോ ഇത് 0.5 സംതിങ്, ഇത് 0.3, ഇത് 1.5 വരും, ഇത് 0. അപ്പൊ ഇവിടെ ഗ്രേറ്റർ വാല്യൂ എന്ന് പറയുന്നത് സി ആണ്. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. A cylindrical metallic wire of base radius 7 cm, volume 2310 cm square is extended up to a length of 60 centimeter. Then what is the percentage change in its base radius? അതാണ്. അപ്പം അതായത് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുമ്പം വോളിയം ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. സോ വോളിയം 2310, പൈയുടെ വാല്യൂ 22/7, ആർ സ്ക്വയർ കണ്ടുപിടിക്കണം, എച്ച് എന്ന് പറയുന്നത് 60 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇത് 11.2 വരും, 0.0, പിന്നെ 3.237. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് √49/4 അല്ലെങ്കിൽ 7/2, 3.5 സെന്റിമീറ്റർ. അപ്പൊ വാട്ട്സ് എ പെർസെന്റേജ് ബേസ് റേഡിയസ്? അപ്പൊ 7 സെന്റിമീറ്റർ ആയിരുന്നു, 3.5 സെന്റിമീറ്റർ. എത്ര സെന്റിമീറ്റർ ആണ് പെർസെന്റേജ് ചേഞ്ച് ഇൻ റേഡിയസ്? 3.5 സെന്റിമീറ്റർ ചേഞ്ച് ഉണ്ട് ബൈ 7 times 100 is equal to 50%. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 3 വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് 51⁴, അതായത് 1/4, പിന്നെ 12⁻⁴, പിന്നെ 7⁻⁴. അപ്പൊ നമ്മൾ അത് ഇതിന്റെ LCM കൊണ്ട് ഇതിനെ ഹോൾ എടുക്കുക. അതായത് 4ന്റെയും 3ന്റെയും 2ന്റെ LCM 12 ആണ്. സോ 51, 12, 12 1/3 7/2 സോ ഇത് എത്ര വരും? 51 3 വരും, 51⁻3, ഇത് 12⁻4, ഇത് 7⁻6. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 12⁻4. അപ്പൊ ഇതായിരിക്കും ആദ്യം. 12⁻4 എന്ന് പറയുന്നത് 12⁻4 ആണ് ഇതിൽ ലെസ്സർ. 51³ എന്ന് പറയുന്നതായിരിക്കും വലുത്. ഇതായിരിക്കും സ്മോളസ്റ്റ്. ഇതായിരിക്കും സെക്കൻഡ്. സോ ഇവിടെ ഓപ്ഷൻ 3, അതായത് സി ആയിരിക്കും കറക്റ്റ്. സോ 3 ഫാക്ടേഴ്സ്, എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ് ഉള്ള നമ്പർ ആയിരുന്നു. എക്സാക്ട്ലി തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ 3 ഫാക്ടേഴ്സ് വരാൻ പാടുള്ളൂ, മോറും ആവാൻ പാടില്ല, ലെസ്സും വരാൻ പാടില്ല. 36ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം 1 2 3 4 6 18 36. മോർ ദാൻ 3 ഫാക്ടർ ഉണ്ട്. 25 ആണെങ്കിൽ 1ഉം 5ഉം 25 ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി 81 എടുത്താൽ 1 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 9 ഒരു ഫാക്ടർ ആണ്. 81 എടുത്താൽ മോർ ദാൻ 3 ഫാക്ടേഴ്സ് ഉണ്ട്, 3 ഒരു ഫാക്ടർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡി എന്ന് പറയുമ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 16 ഉണ്ട്, 8 ഉണ്ട്. സോ അത് മോർ ദാൻ 3 ആണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ട് കണ്ടെയ്നേഴ്സിന് ഐഡന്റിക്കൽ സ്ക്വയർ ബേസസും ഈക്വൽ ഹൈറ്റ്സ് ആണ്. ഒന്ന് പ്രിസം, ഒന്ന് പിരമിഡ് ആണ്. നമുക്കറിയാം ഒരു പിരമിഡിന്റെ വോളിയം എന്ന് പറയുന്നത് പ്രിസത്തിന്റെ വോളിയത്തിന്റെ 1/3 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രിസം 450 cm³ ഓഫ് സാൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പിരമിഡിന് എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 1/3 times 450, 150 cm³. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഇവിടെ പി സ്ക്വയർ is equal to q plus r, അതുപോലെ q square is equal to p plus r, r square equal to p plus q. ഇപ്പൊ ഞാൻ ആഡ് ചെയ്യുമ്പോൾ p square plus q square plus r square is equal to 2 times p plus q plus r എന്ന്. അത് ഞാൻ p square minus 2p, അതുപോലെ തന്നെ q square minus 2q plus r square minus 2r is equal to 0. ഇനി ഞാൻ ഇതിനെ a minus b എന്നുള്ള രീതിയാക്കാൻ വേണ്ടി ഇവിടെ അപ്പുറം ഇപ്പുറം 2 സൈഡ്സിൽ ഞാൻ 3 ആഡ് ചെയ്യുന്നു. 1 plus 1 plus 1. ഇത് p minus 1 the whole square വരും. ഇവിടെ q minus 1 the whole square വരും. ഇവിടെ r minus 1 the whole square വരും. ഇവിടെ അതെന്താണ്? 3 ആയിരിക്കും. സോ സ്ക്വയേഴ്സ് 3 ആവണമെങ്കിൽ നമുക്ക് ലെറ്റ് ചെയ്യാം ഈ വാല്യൂ 1 ആവാം, ഈ വാല്യൂ 1 ആവാം, ഈ വാല്യൂ 1. അതിനർത്ഥം p is equal to 2 എന്ന് കൊടുക്കാം, q is equal to 2 എന്ന് കൊടുക്കാം, r is equal to 2 എന്ന് കൊടുക്കാം. p q r greater than 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/3 plus 2/3
3 plus 2 by 3 times 2 by 3 എന്ന് പറയുമ്പോൾ ആൻസർ 2 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. x is inversely proportional to y and inversely proportional to square of x. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x inversely proportional to 1 by y ഉം അതുപോലെ തന്നെ z ന്റെ സ്ക്വയർ. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ x equal to k by y times z. അതായത് x by z square is equal to k. അപ്പോൾ x ന് 12 കൊടുത്തു, y ക്ക് 10 കൊടുത്തു, z square 16 is equal to. അപ്പോൾ k യുടെ വാല്യൂ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 16 times 0 1920. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന വാല്യൂ ഓഫ് z ആണ്. അപ്പം എക്സ് വൈ z സ്ക്വയർ ഈസ് ഈക്വൽ ടു 1920. z സ്ക്വയർ ഈസ് ഈക്വൽ ടു 1920 ബൈ എക്സ് എത്രയാണ്? 16, y 3. ക്യാൻസൽ ചെയ്യുമ്പം 48. z സ്ക്വയർ 40, z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 40, 4 into 10, അതായത് 2 root 10. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. What is the average of all numbers between 20 and 50 which leave remainder 2 when divided by 4? അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 22, പിന്നത്തെ നമ്പർ 26, പിന്നെ 30, 34, 38, 42, 46. അപ്പൊ ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾ നമ്പർ ഓഫ് ടേംസ് ആയതുകൊണ്ട് മിഡിൽ ആയിരിക്കും ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. സോ ആവറേജ് ഈസ് ഈക്വൽ ടു 30. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. So two sugar solutions with the concentration 8% and 3%. So 8%, 3%, mix ചെയ്ത concentration 3.7. നമുക്ക് അലിഗേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഡിഫറൻസ് 0.75% ഉം ഇവിടെ ആണെങ്കിൽ 4.25%. സോ ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇത് 75:425 വരും. 15 വരും. ഇവിടെ 85. സോ ഇത് 3:7. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. സോ ഇത്രയാണ് ഈ വീക്കിലെ ഒലി ബോർഡിന്റെ 25 ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.